ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സർക്കാർ ആശുപത്രികളിലും ഭവന നിർമ്മാണ ബോർഡിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം ഭവന നിർമ്മാണ ബോർഡിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിലാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികകളിലേക്ക് വേക്കൻസി വന്നിട്ടുള്ളത്. ആദ്യം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 45 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ്. സമാന മേഖലയിലെ മികച്ച വേതനം ലഭിക്കുന്നതാണ്. കരാർ അടിസ്ഥാനത്തിലുള്ള 1 വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിട്ടുള്ളത്. MEP വർക്കുകൾ, MEP ഡ്രോയിങ്സ് റിവ്യൂ, ക്വാണ്ടിറ്റി സർവേയിങ്, ബിൽ പ്രിപ്പറേഷൻ ആൻഡ് ടെൻഡറിംഗ് എന്നിവയിൽ കുറഞ്ഞത് 5 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ കിറ്റ്, പ്രൈസ് സോഫ്റ്റ്വെയർ എന്നിവയിൽ പരിചയമുള്ളവർക്കും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കും കിഫ്ബി പ്രോജക്റ്റുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 7/2/2025 വരെയാണ്. അടുത്തത് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. കരാർ അടിസ്ഥാനത്തിലുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 40 വയസ്സ് വരെയാണ്. വിദ്യാഭ്യാസ യോഗ്യത ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദമാണ്. സമാന മേഖലയിലെ മികച്ച വേതനം ലഭിക്കുന്നതാണ്. നിയമന കാലാവധി കരാർ അടിസ്ഥാനത്തിൽ 1 വർഷത്തേക്കാണ്. MEP വർക്കുകൾ, MEP ഡ്രോയിങ്സ് റിവ്യൂ, ക്വാണ്ടിറ്റി സർവേയിങ്, ബിൽ പ്രിപ്പറേഷൻ ആൻഡ് ടെൻഡറിംഗ് എന്നിവയിൽ കുറഞ്ഞത് 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇലക്ട്രിക്കൽ കിറ്റ്, പ്രൈസ് സോഫ്റ്റ്വെയർ എന്നിവയിൽ പരിചയമുള്ളവർക്കും സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ളവർക്കും കിഫ്ബി പ്രോജക്റ്റുകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 7/2/2025 വരെയാണ്. അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റ ഉൾക്കൊള്ളിച്ച് അപേക്ഷ ദ സെക്രട്ടറി, കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ്, ഹെഡ് ഓഫീസ്, ശാന്തിനഗർ, തിരുവനന്തപുരം 6950001 എന്ന വിലാസത്തിൽ 7/2/2025 മുൻപായിട്ട് സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് കാസർഗോഡ് ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. വെസ്റ്റ് എളേരി ഗവൺമെൻറ് വനിതാ ITL ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ ജൂനിയർ ഇൻസ്ട്രക്ടറുടെ താൽക്കാലിക ഒഴിവിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. കൂടിക്കാഴ്ച നടക്കുന്നത് ഫെബ്രുവരി 5 രാവിലെ 11 മണിക്കാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം പ്രിൻസിപ്പൽ മുമ്പാകെ ഇൻ്റർവ്യൂവിന് ഹാജരാവണം. യോഗ്യത സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രിയും 1 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡിപ്ലോമയും 2 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ ട്രേഡിൽ NTC അല്ലെങ്കിൽ NIC 3 വർഷത്തെ പ്രവൃത്തി പരിചയവുമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് മലപ്പുറം ജില്ലയിലാണ് ഒഴിവ് വന്നിട്ടുള്ളത്. പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് ദിവസവേതനത്തിലുള്ള സ്റ്റാഫ് നഴ്സ്, ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ, ബ്ലഡ് ബാങ്ക് കൗൺസിലർ താൽക്കാലിക നിയമനത്തിനുള്ള ഇൻ്റർവ്യൂ ഫെബ്രുവരി 5 രാവിലെ 10 മണിക്ക് ബ്ലഡ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടക്കും. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഇൻ്റർവ്യൂവിന് ഹാജരാകണം. യോഗ്യത സ്റ്റാഫ് നഴ്സ് തസ്തികയിലേക്ക് BSc നഴ്സിംഗ് അല്ലെങ്കിൽ GNM-ഉം കേരള നഴ്സ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷനുമാണ്. ബ്ലഡ് ബാങ്ക് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് BSc MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. ബ്ലഡ് ബാങ്ക് കൗൺസിലർ തസ്തികയിലേക്ക് MSW അല്ലെങ്കിൽ സോഷ്യോളജി, സൈക്കോളജി, കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ബയോഡേറ്റയും സഹിതം ഫെബ്രുവരി 4 വൈകിട്ട് 5 മണിക്കകം ബ്ലഡ് ബാങ്ക് ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അടുത്തത് തിരുവനന്തപുരം ജില്ലയിൽ ബാട്ടൺ ഹിൽ സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ട്രേഡ് ടെക്നീഷ്യൻ്റെ താൽക്കാലിക ഒഴിവിലേക്ക് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. DHSLC അല്ലെങ്കിൽ IT അല്ലെങ്കിൽ KGCE ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. 2025 ഫെബ്രുവരി 4 രാവിലെ 10 മണിക്ക് തിരുവനന്തപുരം ബാട്ടൺ ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വിഭാഗ ഓഫീസിൽ ഇൻ്റർവ്യൂ നടക്കുന്നതാണ്. അടുത്തത് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ്റെ തിരുവനന്തപുരം സംസ്ഥാന കാര്യാലയത്തിൽ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ പ്രോഗ്രാം മാനേജർ, പ്രോഗ്രാം അസിസ്റ്റന്റ് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ബിരുദാനന്തര ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് പ്രോഗ്രാം മാനേജറുടെ യോഗ്യത വരുന്നത്. ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള ആശയവിനിമയ ശേഷി നിർബന്ധമാണ്. ബിരുദവും കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് പ്രോഗ്രാം അസിസ്റ്റന്റിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്.
കൂടാതെ കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളിലോ പദ്ധതികളിലോ 4 വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കണം. പ്രായപരിധി 22 മുതൽ 40 വയസ്സ് വരെയാണ്. അഭിമുഖം മുഖേനയാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായിരിക്കുക. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വിശദമായ ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും സഹിതം റൂസ പ്രോജക്റ്റ് കോർഡിനേറ്റർ, റൂസ സംസ്ഥാന കാര്യാലയം, ഗവൺമെൻറ് സംസ്കൃത കോളേജ് ക്യാമ്പസ്, പാളയം, യൂണിവേഴ്സിറ്റി PO തിരുവനന്തപുരം 695034 എന്ന വിലാസത്തിൽ ഫെബ്രുവരി 10 വൈകിട്ട് 5 മണിക്കകം അപേക്ഷിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.